ഇന്ന് നമുക്കൊരു ഷൂട്ടിന് പോകാം. വൈകിട്ടാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഈ ഒരൊറ്റ സാധനത്തിന് വേണ്ടി എൻ്റെ അരമുക്കാൽ മണിക്കൂർ കളഞ്ഞെന്ന് പറഞ്ഞാൽ മതി. യൂട്യൂബിൽ കുറേ വീഡിയോസൊക്കെ നോക്കി ചെയ്തിട്ട് എനിക്കിപ്പോൾ പറയുമ്പോഴും സങ്കടം വരുന്നു. ഞാൻ അത്ര ആഗ്രഹിച്ചിട്ടാണ് ലെൻസ് വാങ്ങിക്കുന്നത്. അങ്ങനെ സക്സസ്ഫുള്ളി സമയം വേസ്റ്റ് ആക്കിയതിന് ശേഷം ഞാൻ അവതരിപ്പിക്കുന്നു സാരി ഉടുക്കൽ. ട്രഡീഷണൽ സാരീസ് ബൈ അനു എന്ന് പറഞ്ഞ പേജിൽ നിന്നാണ് ഈ ഒരു സാരി ഞാൻ വാങ്ങിച്ചത്. അടിപൊളി കളറാട്ടോ. റിട്രോ സാരീസ് ഒക്കെ ഇപ്പോൾ ഭയങ്കര അൻപൈസ് ഉള്ള റൈറ്റ് ആയില്ലേ. അപ്പോൾ വളയൊക്കെ ഞാൻ നേരത്തെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. ബിക്കോസ് നേരത്തെ പ്ലാൻ ചെയ്ത് വെച്ചിരുന്ന ഒരു ഷൂട്ടാണ്. നമുക്ക് ഫോട്ടോഗ്രാഫർ സെറ്റ് ആയിട്ടുണ്ടായിരുന്നില്ല. മാല ഞാൻ ഈ ലാസ്റ്റ് വീക്കാണ് വാങ്ങിച്ചത്. വസിയ വോൾട്ട് എന്ന് പറയുന്ന ഒരു പേജിൽ നിന്നാണ് ഞാൻ ഈ ഒരു മാല വാങ്ങിച്ചിട്ടുള്ളത്. പ്രീമിയം ക്വാളിറ്റിയാണ്. പിന്നെ ഈ സംയുക്ത വർമ്മയുടെ പൊട്ടും കൂടെ കുത്തി ലിപ്സ്റ്റിക് കൂടെ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ പരിപാടിയൊക്കെ കഴിഞ്ഞു. അപ്പോൾ സൻസാറാണ് നമുക്ക് വീഡിയോ എടുക്കാൻ വരുന്നത്. ഞങ്ങൾ ഇറങ്ങിയപ്പോഴത്തേക്ക് സൻസാർ ഇറങ്ങിയിട്ടില്ല എന്ന് പിന്നെയാണ് വിളിച്ച് പറയുന്നത്. അപ്പം ഞങ്ങൾ ഓൾറെഡി കാറിലായിരുന്നു, ഞാനും അനിയനും ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ വിചാരിച്ചു ബീച്ചിൽ പോയിട്ട് വെയിറ്റ് ചെയ്യാമെന്ന്. എനിക്കാണെങ്കിൽ ലേറ്റ് ആകുമ്പോൾ എന്തൊക്കെയോ ടെൻഷനൊക്കെ ഉള്ളിലുള്ളതുകൊണ്ട് എനിക്ക് അങ്ങോട്ട് ഒരു ഫ്രീ ആവാൻ പറ്റുന്നില്ല. വൈപ്പിൻ ഭാഗത്തേക്ക് പോകുമ്പോൾ നല്ല ആംബിയൻസ് ആണ്. നമുക്ക് കാറിൽ പോകുമ്പോഴൊക്കെ ഇങ്ങനെ കണ്ടിരിക്കാനൊക്കെ അടിപൊളിയാണ്. അങ്ങനെ ഞങ്ങൾ ചെറായി ബീച്ചിലെത്തി. അതിന്റെ ഒരു എൻഡിലോട്ടാണ് പോയത്. സൺഡേ ആയതുകൊണ്ട് തന്നെ ബീച്ചിൽ നല്ല തിരക്കായിരിക്കും. റോഡിന്റെ സൈഡിൽ വരെ ആൾക്കാരൊക്കെ കുറെ നിപ്പുണ്ടായിരുന്നു. പണ്ടൊരു പ്രാവശ്യം ഇവിടെ വന്ന് കടലിൽ വീണിട്ട് പിന്നെ എന്തോ ഭാഗ്യത്തിന് ജീവൻ തിരിച്ചു കിട്ടിയത് കൊണ്ട് പിന്നീട് ഇവിടെ വന്നിട്ടേ ഇല്ല. ഒരു 8 വർഷത്തിന് ശേഷമാണ് പിന്നെ ഇതുവഴി വരുന്നത്. അപ്പോൾ ഇതാണ് സ്പോട്ട്. നല്ല ഭംഗിയുണ്ടായിരുന്നു. കയറുന്ന സ്ഥലത്ത് കുറച്ച് പുല്ലൊക്കെ പിടിച്ച് കിടപ്പുണ്ട്. എന്നാലും നമുക്ക് നമ്മൾ ഉള്ളിലേക്ക് കയറുന്ന സമയത്ത് കുറേ പൈൻമരമൊക്കെ നിപ്പുണ്ട്. ബീച്ചിലേക്ക് എന്നപ്പോൾ ഒരു മൂടി കെട്ടിയ അവസ്ഥയായിരുന്നു. മഴ പെയ്യാൻ പോകുന്നുണ്ടെന്ന്. അപ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷനായി. ഇനിയിപ്പോൾ ഇത് കാരണം മുടങ്ങുമോ, ദൂരെ ഒരാൾ വരിക, അപ്പോൾ അവർ വന്നു കഴിയുമ്പോൾ എടുക്കാൻ പറ്റാതിരിക്കുമോ, അങ്ങനെയൊക്കെ എനിക്ക് ടെൻഷൻ ഉണ്ടായിരുന്നു. സൻസാർ എത്തിയിട്ടേ ഇല്ല. സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് ഫോണിൽ കുറച്ച് വീഡിയോസും ഫോട്ടോസും എടുത്തൊക്കെ വെക്കാമെന്ന് വിചാരിച്ചു. പിന്നീട് അങ്ങോട്ടൊരു 1 അവർ പോസ്റ്റ് ആയിരുന്നു. പിന്നെ കുറച്ചു നേരം വർത്താനൊക്കെ പറഞ്ഞിരുന്ന് അങ്ങനെ ബോറടിച്ചിരിക്കുമ്പോഴാണ് ആള് വരുന്നത്. ഇതാണ് സൻസാർ. എന്റെ കൊളീഗായിരുന്നു. പ്രൊഫഷണലി സാർ അല്ലെങ്കിലും ഞങ്ങളുടെ ഇടയിൽ സനു സാറാണ്. സനുവിന്റെ സിഗ്നേച്ചർ സാധനങ്ങളൊക്കെ ഉണ്ട്. വന്നപ്പോൾ തന്നെ ക്യാമറയ്ക്ക് ബാറ്ററി ഡ്രെയിൻ ആയി പോയിട്ട് 10% ഉണ്ടായിരുന്നുള്ളൂ ചാർജ്. ഓൾറെഡി അത് കുത്തിയിട്ടേക്കുമായിരുന്നു. അപ്പോൾ എന്താ ടാസ്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 10% ഇറങ്ങി പോകുന്നതിന് മുന്നേ നമുക്ക് ഈ വീഡിയോസും ഫോട്ടോസൊക്കെ എടുക്കണം. പിന്നെ അങ്ങോട്ട് ക്യാമറ ഓഫ് ആവുന്നതിന് മുന്നേ എല്ലാം തീർക്കാനുള്ള ഒരു വെപ്രാളമായിരുന്നു. വീഡിയോസൊക്കെ അത്യാവശ്യം എടുത്തു. ക്യാമറയുടെ മുമ്പ് 1 വർഷത്തോളം ആയി. പക്ഷേ സനുസാർ ആയതുകൊണ്ട് എനിക്ക് കംഫർട്ടബിൾ ആയിരുന്നു. അതുകൊണ്ട് എനിക്ക് ആ ഒരു സ്റ്റാർട്ടിംഗ് ട്രബിൾ ഒന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ ആദ്യം വിചാരിച്ച ക്ലൈമറ്റ് പണി തരുന്നു. പക്ഷെ ഒരു 5:30 ആയപ്പോൾ ഞങ്ങളൊരു 4 മണി തൊട്ട് ബീച്ചിലുണ്ടായിരുന്നു. അപ്പൊ അതുവരെയൊക്കെ ഒരു മഴ പെയ്ത ആംബിയൻസ് ആയിരുന്നു. പക്ഷെ ഒരു 5:30 ആയപ്പോൾ നല്ലൊരു അടിപൊളി ഗോൾഡൻ ഹവർ ആംബിയൻസ് നമുക്ക് കിട്ടി. അതുകൊണ്ട് നമുക്ക് കുറച്ചും കൂടെ ഭംഗിയുണ്ടായിരുന്നു വീഡിയോ എടുത്തപ്പം. ഇതിൻ്റെ ഇടയ്ക്ക് ഒരു മീൻ വന്ന് തീരത്തടിഞ്ഞു. അപ്പോൾ അതിന് ജീവൻ ഉണ്ടായിരുന്നു. ഞങ്ങളത് നോക്കിക്കഴിഞ്ഞപ്പോൾ അതിന് കുറച്ച് ജീവൻ ഉണ്ടായിരുന്നു. പിന്നെ അതിനെ നമ്മൾ കടലിലോട്ട് തന്നെ വിട്ടു. നല്ല ഭംഗിയായിരുന്നു. ആ സമയം ബീച്ചിൽ പണ്ട് വർക്ക് ചെയ്യുമ്പോൾ ഒരു സ്ട്രെസ് റിലീഫിനായിട്ട് ഞങ്ങൾ ബീച്ചിൽ കൊളീഗ്സ് എല്ലാവരും കൂടെ പോയി കുറച്ച് നേരം ഇരിക്കും. അതെനിക്ക് ഓർമ്മ വന്നു പെട്ടെന്ന്. അങ്ങനെ ഷൂട്ട് കഴിഞ്ഞു. 6 മണി കഴിഞ്ഞപ്പോൾ തന്നെ വീട്ടിൽ നിന്ന് വെളി വന്നു. പിന്നെ നേരെ വീട്ടിലോട്ട്. അപ്പോൾ എടുത്ത ഫോട്ടോസൊക്കെ ഞാൻ കമ്മ്യൂണിറ്റി പോസ്റ്റിൽ പോസ്റ്റ് ചെയ്യാം. എഡിറ്റിംഗ് ഇതുവരെ കഴിഞ്ഞിട്ടില്ല.